ഹായ് ഹലോ, ഇന്നൊരു നല്ല ഏകാദശി ദിവസമാണ്. അപ്പോൾ ഒന്ന് ക്ഷേത്രത്തിൽ പോയി വരാമെന്ന് വിചാരിച്ചു. ഇത് സൽമാനിയയിലുള്ള കാനു ഗാർഡനിൽ അയ്യപ്പ ക്ഷേത്രത്തിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ തന്നെ വിഘ്നേശ്വരനും അതുപോലെ ശ്രീകൃഷ്ണനും അയ്യപ്പസ്വാമിയും അതുപോലെ തന്നെ മഹാലക്ഷ്മി, സുബ്രഹ്മണ്യസ്വാമി, അങ്ങനെ എല്ലാ പ്രതിഷ്ഠകളും അവിടെ ഉണ്ട്. എല്ലാ പൂജകളും ഹോമങ്ങളും എല്ലാം, ഗണപതി ഹോമം അടക്കം എല്ലാ ഹോമങ്ങളും കഴിക്കാറുമുണ്ട്. അപ്പം നമുക്ക് എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഒരു ഗണപതി ഹോമം കഴിക്കണമെങ്കിൽ തലേനാളെ നമ്മൾ ബുക്ക് ചെയ്ത് വെക്കണം. കാരണം അവർക്ക് സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കണ്ടേ അതിന്. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ നമ്മൾ 6 മണിയാകുമ്പോൾ നമ്മളോട് അവിടെ എത്താൻ പറയും. എന്നിട്ട് നമ്മൾ ഇരുന്നിട്ട് നമ്മളെ പേരിൽ ഹോമം കഴിപ്പിച്ച് തരും. അങ്ങനെയാണ്. അപ്പോൾ ആ പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. ഇവിടെ എല്ലാ മതസ്ഥർക്കും ഉള്ള ആരാധനാലയങ്ങൾ അടുത്തടുത്താണ്. അടുത്ത് ഒരേ സ്ഥലത്ത് തന്നെ ഒരു 3-4 അമ്പലങ്ങളും പള്ളികളും ഒക്കെ ഉണ്ട്. എല്ലാവർക്കും ചെന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു ഇതാണ് ഇത്. ബഹ്റൈനിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റാണ് കലവറ. ഈ കാണുന്ന ഓഫീസിലാണ് ഞാനൊരു 6 വർഷത്തോളം ജോലി ചെയ്തുകൊണ്ടിരുന്നത്. യൂണിഫോം എക്സ്പ്രസ് എന്ന അതിൻ്റെ പേര്. അപ്പോൾ ഞാൻ ഒരു 6 വർഷത്തോളം അവിടെ ജോലി ചെയ്തു. പിന്നെ എനിക്കത് സാലറി ഒന്നും കറക്റ്റ് ആവാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് മാറി. കണ്ടോ, ഇപ്പോൾ അടുത്തടുത്ത് തന്നെ ഇതൊരു പള്ളിയാണ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ വേറൊരു പള്ളി കാണാം. അതേ ഒരു ലെവലിൽ ഇച്ചിരി കൂടെ അപ്പുറത്തൊട്ടെത്തിയ വേറൊരു പള്ളി കാണാം. അതുപോലെ ഏത് മതസ്ഥർക്കും ഉള്ള ആരാധനാലയങ്ങൾ അടുത്തടുത്താണ് ഉള്ളത്. അപ്പോൾ അധികം ഈ ഒരു റോഡിലൂടെ അധികം അങ്ങനെ വാഹനങ്ങൾ അങ്ങനെ വരാറില്ല, കുറവാണ്. പിന്നെ പ്രത്യേകിച്ച് ശനിയാഴ്ച ആയതുകൊണ്ട്, ലീവ് ആയതുകൊണ്ട് എല്ലാവരും കുറച്ചധികം ലീവുള്ള സമയത്തൊക്കെ വീട്ടിൽ ഒതുങ്ങാറാണ്. പിന്നെ ഒരു അമ്പലം എന്നൊക്കെ പ്രാർത്ഥനയിലൊക്കെ മുഴുകുന്നവർ മാത്രമായിരിക്കും ഇതിലൊക്കെ അമ്പലങ്ങളിലോട്ടൊക്കെ വരാറ്. ഗുരുവായൂരൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. ഇപ്പം എന്ത് ചെയ്യാൻ, നമുക്ക് പോവണമെങ്കിൽ ഇനിയിപ്പോൾ 1 വർഷം 2 വർഷം കഴിഞ്ഞാലേ നാട് കാണാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെയാണ് പ്രവാസികളുടെ ഒരു ഇത്. എന്നാലും നമുക്കൊരു മനസ്സമാധാനത്തിന് അമ്പലത്തിൽ പോയി നമ്മൾ പ്രാർത്ഥിക്കും കിട്ടുന്ന സമയങ്ങളിലൊക്കെ കേട്ടോ. പരമാവധി ഞാൻ കാനു ഗാർഡനിലെ ഈ അമ്പലത്തിൽ എപ്പോഴും എനിക്ക് പറ്റുമ്പോഴൊക്കെ ഞാൻ പോവാറുണ്ട്. ഇത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ഇട്ടായിരുന്നു. അമ്പലത്തിൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ അടുത്തുള്ളൊരു വീട്ടിൽ വളർത്തുന്ന ചെടികളാണെന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് പൂവുകൾ ഞാൻ ഇട്ടായിരുന്നു. അപ്പോൾ അത് ഒന്നുകൂടെ ഞാൻ ഈ വീഡിയോയിൽ കൂടെ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. കണ്ടില്ലേ, റോഡ് സൈഡാണ്. വല ഇട്ടതുകൊണ്ട് അങ്ങോട്ട് നമുക്ക് ആർക്കും അതിൻ്റെ അകത്തോട്ടൊന്നും പ്രവേശനമില്ല. പിന്നെ ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് ഞാൻ ഇച്ചിരി വേഗം ഓടുമായിരുന്നു. കാരണം പൂജകളൊക്കെ വേഗം കഴിയും. കാരണം ഒരുപാട് ലേറ്റ് ആക്കാറില്ല. പോകുമ്പോഴിതാ 2-3 അതിഥികളെ കണ്ടിട്ടോ. കുഞ്ഞുങ്ങളാണ്. എന്നെയൊക്കെ തിരിഞ്ഞു നോക്കി എന്തൊക്കെയോ പറയുകയൊക്കെ ചെയ്തു കേട്ടോ എന്നോട്. കുറേ ആരാണ് എന്തെങ്കിലും ആയിരിക്കും ചോദിക്കുന്നത്. കുറേ എന്നെ പേടിപ്പിക്കുകയൊക്കെ ചെയ്ത്. ഇതാണ് നമ്മുടെ അമ്പലം, കാനു ഗാർഡനിലെ അയ്യപ്പ ക്ഷേത്രമാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് തിരക്കുണ്ടായിരുന്നു. അവിടെ ചുറ്റും തുളസിയാണ് നട്ടിട്ടുള്ളത്. ഇതാണ് പ്രവേശന കവാടം. ഒരുപാട് തിരക്കുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ശനിയാഴ്ച കൂടി ആയതുകൊണ്ട്, അയ്യപ്പ ക്ഷേത്രമാണല്ലോ, അവിടെയുള്ളൊരു ആനയാണത്. അപ്പോൾ പ്രത്യേകാൽ പൂജകളും സദ്യകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ. ഓക്കെ, ബൈ.